ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചൂര മീൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് ചൂര മീനാണ്, ഒരെണ്ണം വാങ്ങിയതാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇന്ന് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ളത് പച്ചമുളക്, തൊണ്ടൻ മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായും മാങ്ങയും എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കടുവറുത്തിടാം. പിന്നെ അതിന് വേണ്ടുന്നുള്ള കൂട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തേങ്ങ ഇടും, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ പുളി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, മാങ്ങ ഉള്ളത് കാരണം. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഗ്യാസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്ട്. അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ വഴട്ടിയാണ് ഞാൻ വയ്ക്കുന്നത്. അതാകുമ്പം വീണ്ടും പിന്നീട് കടുവറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നല്ല എണ്ണയിൽ കിടന്ന് വഴണ്ട് വരികയും ചെയ്യും. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയും, മീനുള്ള ടേസ്റ്റ്. അപ്പം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പിന്നെ ഇനി ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയൊക്കെ എടുക്കാം. ഇതാ നമ്മുടെ കടുക് ചടപട പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. വറ്റൽമുളകും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും മാങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനങ്ങ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഒന്ന് കളറൊന്ന് മാറിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇവിടെ ഈ ചൂര മീൻ കറിയും പയർ തോരനാണ് വെച്ചിരിക്കുന്നതിന്, ചെറുപയർ തോരൻ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കറിയും മതിയാകും. നമ്മുടെ പിങ്കിക്കും ഇന്ന് പ്രത്യേകം വെച്ചില്ല. ഇതിൽ നിന്നുള്ള കഷ്ണം കഴുകി എടുത്തിട്ട് നമ്മളത് കഴുകി കൊടുക്കും. അവർക്ക് ഇഷ്ടമാണ് ഈ ചൂരമീൻ കഷ്ണം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം ഒന്നൊന്ന് കളറ് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തലയും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നത്തെ കറിയിൽ അതൊക്കെ കാണും. ഇനി മാറ്റി വെച്ചേക്കുന്നതിൽ തലയൊന്നും കാണത്തില്ല. തല നല്ല ടേസ്റ്റാണ്, ചൂരയുടെ തല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ മീൻ കറി ഇതാ നല്ലവണ്ണം റെഡിയായി ഇരിക്കുന്നുണ്ട്. നമുക്ക് അല്പം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇതാണ് ചൂര മീൻ കറി. അതാണ് ഇതാണ് നമ്മുടെ ചൂര മീൻ കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് വീഡിയോ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.